നമസ്കാരം. ഈ ആഴ്ച ഓരോ മേഖലയിലും നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നോക്കാം കേട്ടോ. 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ഒന്ന് ബാലൻസ് ചെയ്യണം, എല്ലാ കാര്യത്തിലും ഒന്ന് ബാലൻസ് ചെയ്യണം. ധനപരമായിട്ട് പ്രത്യേകിച്ച് ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുക കേട്ടോ. നോക്കട്ടെ, അടുത്തത് ഫിനാൻഷ്യലി എന്താണെന്ന് നോക്കാം കേട്ടോ. ഓക്കെ, ഫിനാൻഷ്യലി വരുന്നത് നിങ്ങൾ ദി എംപ്രസ് കാർഡാണ്. ഈ ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും, പക്ഷേ ഇവിടെ ഒരു സംശയമുണ്ട്, എല്ലാത്തിനും ഒരു എടുത്തുചാട്ടമുണ്ടെന്ന് ബാലൻസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ എംപ്രസിൻ്റെ സ്റ്റേജിൽ എത്താൻ പറ്റും, സമൃദ്ധിയിലേക്ക് വരുന്നതാണ്. ഓക്കെ, പിന്നെ സർഗാത്മകമായിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അതിലൂടെയും നിങ്ങൾക്ക് അബൻഡൻസ് ലഭിക്കുന്നതാണ്. അടുത്തത് നമുക്ക് നിങ്ങളുടെ കരിയറിൽ എന്താണെന്ന് നോക്കാം കേട്ടോ. കരിയറിൽ 5 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. കുറച്ച് പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടതായിട്ട് വരും. നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, അതിനൊരു തുടക്കം കുറിക്കുന്നവരാണെങ്കിൽ ചില തടസ്സങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾ വഴിയായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവിടെ നിന്ന് പ്രമോഷനൊക്കെ വരികയാണെങ്കിൽ അതിലൊക്കെ ചെറിയ പ്രതിസന്ധി നേരിടേണ്ടതായിട്ട് വരും. നയപരമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുക കേട്ടോ. ആലോചിച്ചിട്ട് സമാധാനത്തോടു കൂടി തീരുമാനങ്ങൾ എടുക്കുക. എല്ലാവരുടെയും ദേഷ്യത്തോടു കൂടെ പെരുമാറേണ്ട കാര്യമില്ല. ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുക. അടുത്തത് റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ചില വ്യക്തികൾക്കൊക്കെ വിവാഹം നടക്കാൻ സാധ്യതയുണ്ട്, അല്ല വിവാഹ നിശ്ചയം നടക്കാൻ സാധ്യതയുണ്ട്. അതുമല്ലെങ്കിൽ ഒരു പുതിയ ബന്ധത്തിലേക്ക് പുറപ്പെടുന്നതിനുള്ള ഒരു സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇത് എല്ലാവർക്കും റെസിനേറ്റ് ചെയ്യണമെന്നില്ല. ഇത് റെസിനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക. ഓക്കെ, മറ്റുള്ളവരെ വിട്ടുകളയും. അടുത്തത് ഹെൽത്ത് എന്താണെന്ന് നോക്കാം. ഹെൽത്തിൽ നിങ്ങൾ വെറുതെ ചിന്തിച്ചിട്ട് മനസ്സിന് കുറേ വിഷമങ്ങൾ വരുത്തി വെക്കാതെ ഒരു സമാധാനപരമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക. അനാവശ്യ ചിന്തയിലൂടെ നിങ്ങൾക്ക് ടെൻഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് ആലോചിച്ചിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കുക കേട്ടോ. പിന്നെ എന്തെങ്കിലും അസുഖം വരികയാണെങ്കിൽ തന്നെ പലരുടെയും ഉപദേശങ്ങൾ കേട്ടിട്ട് പല സ്ഥലങ്ങളിലായി പോയി ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട കാര്യങ്ങളില്ല. ആലോചിച്ചിട്ട് എവിടെയാണോ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുക. ഓക്കെ, എവിടെയാണോ കാണിക്കുന്നത് അവിടെ മാത്രം പോവുക. ഓക്കെ, ഇനി എന്താണിനി ഔട്ട്കം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ദ വേൾഡ് കാർഡാണ് വന്നിരിക്കുന്നത്. സക്സസ് ആണ്, കംപ്ലീഷൻ്റെ കാർഡാണ്. ഇതിലൊക്കെ ഈ ഒരു ഇതിലേക്ക് വരണമെങ്കിൽ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് ആലോചിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേജിലേക്ക് വരാൻ സാധിക്കുന്നതാണ്. വിജയത്തിൻ്റെ കാർഡാണിത്, സക്സസ് ആണ്. ഓക്കെ, എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. താങ്ക് യു.